സർ, ഈ പരശുരാമനെ നമ്മളിപ്പോൾ ഈ രാമായണ കഥയിലേക്ക് വന്നു കഴിഞ്ഞാലേ, പരശുരാമനെ നമ്മൾ രണ്ടിലും മഹാഭാരതത്തിലും ഒക്കെ വളരെ നിർണായക ഭീഷ്മാചാര്യരുടെ ഗുരുവായിരുന്നു, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഈ പ്രത്യേക കഥാസന്ദർഭത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പരശുരാമൻ ശ്രീരാമനെ കണ്ടുമുട്ടുന്നത് അയോധ്യയിലേക്കുള്ള സീതാ സ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് അവർ പത്നിയോട് കൂടിയിട്ട് 4 സഹോദരന്മാരും അവരുടെ വിവാഹ ഘോഷയാത്ര സമയത്താണ് ഭാർഗവരാമൻ രഘുരാമനെ കണ്ടുമുട്ടുന്നത്. എങ്ങനെയായിരുന്നു ഈ 2 രാമന്മാർ തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലും അവിടെ പരശുരാമന് സംഭവിച്ചതിനെ കുറിച്ചൊന്ന്? ഈ പരശുരാമൻ എന്നുള്ള കഥാപാത്രത്തിലെ 2 വ്യക്തിത്വങ്ങളുടെ സമ്മേളനം കാണാൻ പറ്റും. ഒന്ന് ഒരവതാരമാണ്, 2 ഋഷിയാണ്. അവതാരങ്ങളിലെങ്ങും ഈ ഋഷിയുടെ സംസ്കാരത്തെ കാണാറില്ല. ദശാവതാരങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ, ഋഷി പരശുരാമൻ മാത്രം. ബാക്കി ആരും ഋഷിമാരല്ല, പരശുരാമൻ മാത്രം ഋഷി. അത് ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവതരിച്ചത് ഋഷിയിലേക്കാണ്. ആ ഋഷിയിലേക്ക് അവതരിച്ചത് ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി മാത്രമാണ്, ഭരണാധിപന്മാരുടെ ഗർവ് ഇല്ലാതാക്കാൻ. ക്ഷത്രിയ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഭരണാധിപന്മാരെ ആരുമായിക്കോട്ടെ, അവരെപ്പോഴെങ്കിലും അഹങ്കാരികളായി അഹന്ത കൊണ്ടോ തന്നിഷ്ടം കൊണ്ടോ അധികാരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന കണ്ടാൽ അവരെ അടക്കി നിർത്തേണ്ടത് ആവശ്യകതയാണ് എന്ന് കണ്ടിട്ടാണ് വാസ്തവത്തിൽ ഈ അവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. അത് ഈ പരശുരാമൻ എന്ന ആർഷതയിലൂടെ സാക്ഷാത്കരിച്ചു. അത് ഏറെക്കുറെ നിർവഹിച്ചു. ശരിക്കും നമുക്ക് പരശുരാമൻ എന്ന് കേട്ടാൽ നമുക്ക് പരിചയം ഈ കഥകളിലൊക്കെ ഉറഞ്ഞു തുള്ളുന്നൊരു കഥാപാത്രമാണ്. ഇങ്ങനെ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന ഒരു കഥാപാത്രം. അപ്പം ദ്വേഷ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് എപ്പോഴും നമുക്ക് പരശുരാമനെ കാണാൻ പറ്റുന്നത്. പക്ഷേ ആർഷതയിൽ ആർഷതയിൽ ഇങ്ങനെയുള്ള ദ്വേഷ്യതാപാദികൾ ഉണ്ടാവാം. അതിപ്പോൾ വാൽമീകി രാമായണത്തിൽ പോലും ഇത്ര 1000 വർഷം ചിതൽപ്പെട്ടിരുന്ന തപസ് ചെയ്ത് വന്നിട്ടും ഒരു പക്ഷിയെ വേടന് അമ്പ് ചെയ്യുന്ന കണ്ടപ്പോൾ ശോകമുണ്ടായി. ഋഷിക്ക് എവിടെ ശോകതാപങ്ങൾ? ഇതിനെ അധികരിച്ച ആളാണല്ലോ ഋഷി. പക്ഷേ ഋഷിയും ഇവിടെ മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് മാനുഷികമായ ഭാവങ്ങൾ ഉണ്ടാക്കാം, അതിനെ അടക്കി നിർത്താൻ ഋഷിക്ക് കഴിയും. ഈ ശോകത്തെ ഋഷി ആനന്ദമാക്കി മാറ്റിയിട്ടാണ് കാവ്യം എഴുതിയത്. അല്ലാതെ ശോകത്തിൻ്റെ അത്യാധിക്യത്തിൽ കവിത എഴുതാൻ പറ്റില്ല. അതിനെ ഹർഷമാക്കി മാറ്റി. ഇതാണ് ഋഷിമാരിലുണ്ടാകുന്ന കോപം. അത് കുറച്ച് കഴിയുമ്പോൾ ഹർഷമായിട്ട് തന്നെ പരിണമിച്ച് അത് മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരില്ല. എന്തിനാണോ ലക്ഷ്യം വെച്ച് അത് സാധിക്കും. പരശുരാമൻ്റെ ലക്ഷ്യം ഇതുതന്നെയായിരുന്നു. ഈ ക്ഷത്രിയ വംശത്തെ മുഴുവൻ, ക്ഷത്രിയ വംശം എന്ന് വെച്ചാൽ ഭരണാധിപന്മാരെ മുഴുവൻ നിരക്ക് നിർത്തി നന്നാക്കി ഈ ലോക സംവിധാനത്തെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് അവതരിച്ചത്. അത് പരശുരാമൻ നിർവഹിച്ചു. പക്ഷേ ഇനിയും ഈ നിർവഹിച്ചു കഴിഞ്ഞ ഈ പരശുരാമനിൽ അവശേഷിക്കുന്ന ഈ ഗർവിൻ്റെയോ കോപത്തിൻ്റെയോ ഭാവത്തെ മുഴുവനും അടക്കാൻ വീണ്ടും ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചു. ആ തമ്മിലുള്ള കോയിൻസൈഡ് നോക്കണം. ഉടൻ തന്നെ അവതരിച്ചിട്ട് ആ അവതാരത്തിലാണ് ഈ പരശുരാമൻ്റെ കോപത്തെ മുഴുവനടക്കി ശാന്തനാക്കി ഹിമവാനിലേക്ക് തപസ് ചെയ്യാൻ പോകുന്നത്. എത്ര സുന്ദരമായ ഒരു കഥാപാത്രത്തെയാണ് ഇതിൽ കൂടി അവതരിപ്പിച്ചത്. നമുക്കത് വായിക്കുമ്പോൾ കാണുമ്പോൾ അത്ഭുതം തോന്നും. ഇത് രണ്ടും കൂടെ ഒന്നിച്ച്, ഇതാണ് വ്യക്തിത്വം. ധാർമ്മികമായ ദേഷ്യം ആവശ്യമാണ് സമൂഹത്തെ, അതാവശ്യമാണെങ്കിൽ മാത്രമേ സമൂഹത്തെ അവിടെ നിലനിർത്താൻ പറ്റുള്ളൂ. കോപിക്കേണ്ടവരോട് കോപിക്കണം, തല്ലേണ്ടവരെ തല്ലുക തന്നെ ചെയ്യണം, അല്ലാണ്ട് പറ്റില്ലല്ലോ. എല്ലായിടത്തും പറ്റില്ല. ഇത് കാണിക്കാൻ തന്നെയാണ് വാസ്തവത്തിൽ. അതാണ്, അതുകൊണ്ടാണ് ഋഷിയിലൂടെ അവതരിച്ചത്. ബാക്കി ഒരവതാരത്തിൽ ഇങ്ങനെയില്ല. ആർഷമായ ഒരു അവതാരം പരശുരാമൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പരശുരാമൻ, അതുകൊണ്ട് പരശുരാമൻ്റെ അവതാരത്തിന് അംശ അവതാരം എന്ന് പറയും. കാരണം തൻ്റെ അംശത്തിൻ്റെ ഒരംശം മാത്രമാണ് ഋഷിയിലൂടെ ആവിഷ്കരിച്ചത്. വാസ്തവത്തിൽ എല്ലാവരിലും അവതാരമുണ്ട്, നമ്മിലൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ അത് ഇത്രത്തോളം സഫലമായി തീരാറില്ല. അത് മാത്രം അതിനെ സാഫല്യമാക്കി തീർക്കാൻ ജമദഗ്നിയുടെ പുത്രനായ ഈ ഋഷിയിലേക്ക് ആവേശിച്ചു. ആവേശാവതാരമാണ്, ആവേശിച്ചു. ആ ആവേശത്തിൻ്റെ ആവശ്യകത തീർന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിനെ മാറ്റിയെടുത്ത് ഇദ്ദേഹത്തെ ഒരു യഥാർത്ഥ ഋഷിയാക്കി മാറ്റാൻ രാമനായിട്ട് വീണ്ടും അവതരിച്ചു. അപ്പോഴാണ് കണ്ടുമുട്ടുമ്പോൾ ഈ ഗർവിനെ ഇല്ലാതാക്കണം. ഇതാണ് രാമൻ ചെയ്തത്. ഈ ഗർവിനെ ഇല്ലാതാക്കി ഇദ്ദേഹത്തെ ശാന്തനാക്കി ഹിമാലയത്തേക്ക് തപസ്സിലേക്ക് വിടുക. ഈ ഒരു മഹാലക്ഷ്യം ഈ രണ്ടിൽ കൂടി സാക്ഷാത്കരിച്ചു.